റിയാദിൻ്റെ തിരക്കളിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ നീണ്ട് വിശാലമായി കിടക്കുന്ന മരുഭൂമിയുടെ അതിരുകൾ തേടിയുള്ളൊരു യാത്ര. ലക്ഷ്യം മറ്റൊന്നുമല്ല, ജബൽ ഫെഹ്റൈൻ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അറ്റം എന്നൊക്കെ ആളുകൾ ഓമന പേരിട്ട് വിളിക്കുന്ന എഡ്ജ് ഓഫ് ദ വേൾഡ്. പോയാലോ? നമ്മളൊരു പ്രൈവറ്റ് ഫാമിലുള്ളത്. ഇവിടെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞു. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് പോകും. ഇവിടെ നിന്ന് 1 മണിക്കൂറാണ് എഡ്ജ് ഓഫ് ദ വേൾഡിലേക്കുള്ള ദൂരം. സാധൂസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് അവസാനത്തെ പെട്രോൾ പമ്പ്, അങ്ങോട്ട് പോകാനുള്ള പെട്രോൾ പമ്പും അതുപോലെ ഫ്യൂവൽ സ്റ്റേഷനും ഉള്ളത്. 2 പെട്രോൾ പമ്പും പള്ളിയും ഉള്ളത്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നേരെ പോകും. ഇതാണ് ലാസ്റ്റ് മോസ്ക്. അങ്ങോട്ട് പോകുന്നതിനൊക്കെ ഉള്ളത്. വാഷ്റൂം സൗകര്യങ്ങൾ ഇവിടെ ഉള്ളൂ. തിരിച്ചു വന്നാലും കിട്ടും. ഫിനിഷ് ചെയ്യാനുള്ളവർക്ക് ഇവിടെ ക്ലിയർ ചെയ്തിട്ട് പോകാം. ഈ സാദസിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ഒരു വഴിയുണ്ട്. 4x4 ഓഫ് റോഡൊന്നും അല്ലത്. എന്നാലും വെട്ടമില്ലാത്ത സമയത്ത് വാതിയിൽ നല്ല ഒഴുക്കുള്ള സമയത്ത് വെള്ളമുള്ളപ്പോൾ അതിൽ പോകാൻ സെഡാൻകാരുകൾക്ക് പറ്റില്ല. അതിന് വേറെ വഴിയുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മട്ടിന് ഇവിടുന്ന് കവറേജ് ഇല്ല കേട്ടോ. റേഡിയോ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ച് പോയാൽ മതി. വണ്ടിയുടെ പുറകെ തന്നെ പോരി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എവിടെയെങ്കിലും നിന്ന് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ കേട്ടോ. എയർ ഒരു 25 ആക്കിയിട്ട് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല ബമ്പി റോഡാണ്. റൈഡൊന്ന് കംഫർട്ട് കിട്ടാൻ എയർ 25 ആക്കിയാൽ മതി. 15 ആക്കാനുള്ള ഹെവി ഓഫ് റോഡിങ് പരിപാടികളൊന്നും ഇല്ല ഈ റൂട്ട്. ഞാൻ ഫിജുവിലിമിൻ്റെ ക്യാമറ വിട്ടിട്ട് നിക്കോൺ CR വാങ്ങി. ബ്ലേസറിൻ്റെ അനമോർഫിക് ലെൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയാനുണ്ട് ഈ ക്യാമറയെ പറ്റി. പക്ഷേ എനിക്ക് പേഴ്സണലി ഷൂട്ടിങ് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്ന ക്യാമറ ആണിത്. ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്ന റൂട്ട് വലിയ ഓഫ് റോഡൊന്നുമല്ല. പക്ഷേ വെളിച്ചുള്ള സമയത്ത് പോയിട്ട് തിരിച്ചു വരുന്നതാണ് നല്ലത്. കാരണം ചില ഇടുക്കുകളിൽ എത്തുമ്പോൾ നോക്കിയും കണ്ടെടുത്തില്ലെങ്കിൽ വണ്ടിയുടെ അടിയും മുട്ടും. അതുപോലെ എടുക്കാൻ ഉണ്ടാവും. അത് ഈ എഡ്ജ് ഓഫ് ദ വേൾഡ് പോകുന്ന വഴിക്ക് അവിടെ ഒരു ബോർഡ് ഉണ്ട്. അറബിക്കിലാണ് ബോർഡ് ഉള്ളത്. അവിടെ ഒരു ഫെൻസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏരിയ. അപ്പോൾ അവിടെ നിന്ന് വണ്ടി ഇവിടെ തൊട്ടിപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഈ വഴി കൂടെ ഇറങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴി കാണാം. അത് കേവിൻ്റെ എൻട്രൻസ് ആണ്. ഇത് ഇവിടെ സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിടിച്ചു പോകാം. യാത്രയിൽ ഏറ്റവും ഹൈ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ കേവ് കണ്ടതാണ് കേട്ടോ. എന്തോ എക്സ്പ്ലോറേഷൻ മൂഡായി. തലയിടിക്കാണ്ട് തന്നെ. സത്യം പറഞ്ഞ ഉള്ളിൽ ഇരുട്ടായതുകൊണ്ട് എനിക്ക് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് അല്ലേ ഇത്. ഇവിടെ ഒക്കെ നേരത്തെ ബാറ്റ്സ് ഉണ്ടാവും അല്ലേ? ഇവിടെ UV ലൈറ്റ് ഉണ്ടെന്ന കാര്യമുണ്ട്. ശരി. സാഹി കണ്ടിട്ടില്ല കേട്ടോ ക്രിസ്റ്റൽസ്. അയ്യോ കിട്ടി തല പോയി. അത്രയും ഫോക്കസിൽ കിട്ടും. അടങ്ങ് ഇവിടെന്നാ മറ്റേ നീലീനെ പോലെ സൂപ്പർ പവർ കിട്ടണം. നല്ല ഇരുട്ടാണ് അതിൻ്റെ അകത്ത് ഈ മൊബൈലിൻ്റെ ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ കോട്സിൻ്റെ ക്രിസ്റ്റൽ കിടന്ന് തിളങ്ങും. ഇതിൻ്റെ തരി മുഴുവൻ അവിടെ നിലത്തിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും അതല്ല ഈ വജ്രം തിളങ്ങുന്ന പോലെ തിളങ്ങും. പിള്ളേരൊക്കെ വൻ ഹാപ്പി, ഞാനും ഹാപ്പിയാണ്. ഒരു 100-150 മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു ഇടുക്ക് വരും.
അതിനപ്പുറത്തേക്കാണെങ്കിൽ വവ്വാലിൻ്റെയൊക്കെ അനക്കം കാണാം. അത് കണ്ടത് ഞങ്ങൾ പിന്നെ തിരിച്ച് പുറകോട്ട് തന്നെ പോകുന്നു. ഇവിടുന്ന് കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്താൽ എഡ്ജ് ഓഫ് ദി വേൾഡ് എത്തും. പിന്നെ സെഡാൻ കാറ് പോകുന്ന റൂട്ടിലല്ല ബാറ്റ് കേവ് ഉള്ളത്. എഡ്ജ് ഓഫ് ദി വേൾഡിന് ഒരു 200-300 മീറ്റർ മാറിയിട്ടാണ് കാർ പാർക്കിംഗ് ഏരിയ. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടെ ദൂരെ പോലീസ്. ജബൽ ഫിഹ്റൈൻ, അതാണ് ഈ മലനിരകളുടെ പേര്. ഇവിടെ നിന്ന് നടക്കാണ്ട്. ആദ്യമൊക്കെ വണ്ടീനെ കയറ്റി വിടുമായിരുന്നു, ഇപ്പോൾ വണ്ടികളെ കയറ്റി വിടുന്നില്ല. അതുമാത്രമല്ല വഴി ഒരു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട്. ഇതിലേക്കൂടെ വന്നിട്ട് ഇതിലങ്ങ് കയറി പോകുന്നവരുണ്ട്. പിന്നെ അതല്ലാതെ വേറെ ഇതിൻ്റെ അപ്പുറത്ത് കൂടി നടന്ന് വണ്ടി ഓടിച്ചിട്ട് 4 വീൽ ഡ്രൈവുള്ള വണ്ടികൾ വരുന്നുണ്ട്. ഈ കാണുന്ന വ്യൂ പോയിൻ്റാണ് എനിക്ക് ബെസ്റ്റ് വ്യൂ പോയിൻ്റായിട്ട് തോന്നിയത്. ഇവിടെ നിന്ന് ഇപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് നോക്കിയാൽ ഈ 2 കൽത്തൂണുകൾ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കിത് ബെസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ടെത്തിസ് എന്ന് പറഞ്ഞ കടലിടുക്കിൻ്റെ അടുത്തിട്ടായിരുന്നു ഈ സ്ഥലമൊക്കെ. സമുദ്രം പിൻവാങ്ങിയപ്പോൾ ഉണ്ടായ വലിയ മടക്കുകളാണ് ഇന്നത്തെ ഈ മലനിരകൾ. അതുകൊണ്ട് ഇത്രയും ഉയരത്തിൽ പോലും പവിഴപ്പുറ്റിൻ്റെ ഫോസിലുകൾ നമുക്ക് കാണാൻ കഴിയും. സൗദി അറേബ്യയുടെ നടുക്കിൽ കൂടെ പോകുന്ന തുവൈക്ക് പർവ്വതനിരകളുടെ ഒരു ഭാഗമാണിത്. പണ്ട് കാലത്ത് ഇതിലൂടെ പോയിരുന്ന കച്ചവട സംഘങ്ങൾക്കും സഞ്ചാരികൾക്കും ഈ വലിയ മലനിരകൾ ലോകത്തിൻ്റെ അതിരായിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം നാട്ടുകാർ വിളിക്കുന്നത് ജബൽ ഫിഹ്റൈൻ എന്നാണ്. ഇവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു ഭീമാകരമായ മതിൽക്കെട്ടിന് മുകളിൽ നിൽക്കുന്നത് പോലെ തോന്നും. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം മണലാരണ്യവും. എനിക്ക് തോന്നിയത് എത്തിപ്പെടാൻ പറ്റിയൊരു നല്ല സമയം എന്ന് പറയുന്നത് ഒരു 3 മണിയോട് ബാറ്റ് കേവിലെത്തിയിട്ട് അവിടെ ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ട് ഒരു 4 മണിയാകുമ്പോഴത്തേക്കും എഡ്ജ് ഓഫ് ദി വേൾഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൺസെറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് മടങ്ങാൻ വേണ്ടി പറ്റും. അതായിരിക്കും ഒരു സമ്മറിലൊക്കെ പോകാൻ വേണ്ടി പറ്റിയ ഒരു നല്ല ടൈമിങ്. ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് സെഡാൻ കാറിലാണെങ്കിൽ വെളിച്ചം പോകുന്നതിന് മുമ്പേ പോരുന്നതായിരിക്കും നല്ലത്. ഇത്രയൊക്കെ ഈ വീഡിയോ പറയാനുള്ളൂ. ദ നെയിം ഈസ് യൂനിസ് യൂസഫ്, സൈനിങ് ഓഫ്. പോലീസുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സമയമാകുമ്പോഴത്തേക്ക് ആൾക്കാർ തിരിച്ചു പോകണം. നല്ലൊരു പ്ലേസ് കേട്ടോ.